4 വിദ്യാർത്ഥികൾ മരണപ്പെട്ട നടുക്കത്തിലാണ് നാട്. മണ്ണാർക്കാട് കല്ലടിക്കോട് പനയംപാടത്ത് സിമന്റ് ലോറി വിദ്യാർത്ഥിനികൾക്ക് നേരെ പാഞ്ഞുകയറി 4 പേർ മരിച്ചു. ചെറുള്ളി സ്വദേശിനികളും കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളുമായ ഇർഫാന ഷെറിൻ, റിദ ഫാത്തിമ, നിദ ഫാത്തിമ, ആയിഷ എന്നിവരാണ് മരിച്ചത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ 1.5 മണിക്കൂറോളം സ്ഥലത്ത് റോഡ് ഉപരോധിക്കുകയും ഉണ്ടായി. ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മണ്ണാർക്കാട് നിന്നും ജെസ്സി ചേരുകയാണ്. ജെസ്സി, അതിദാരുണമായൊരു അപകടം തന്നെയാണ് മണ്ണാർക്കാട് കല്ലടിക്കോട് ഇന്നുണ്ടായത്. എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്? ഇത് സ്ഥിരം അപകട മേഖലയാണ് എന്നാണല്ലോ പറയുന്നത്. ഇന്ന് വൈകിട്ട് 4:30 കരിമ്പ പനയംപാടത്ത് നാടിന് നടക്കിയ ഈ ദുരന്തമുണ്ടായത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 4 പേരും പരീക്ഷയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റി വരികയായിരുന്ന ലോറി തൊട്ടു മുന്നിൽ പോയ മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും ഇടിച്ചതിന്റെ പുറകെ ഈ ലോറി നിയന്ത്രണം വിട്ട് ഇടത് സൈഡിലേക്ക് തെന്നി നീങ്ങി ഇടത് സൈഡിൽ നിന്ന് ലോറി മറിയുകയായിരുന്നു. ഈ മരിച്ച 4 വിദ്യാർത്ഥിനികളടക്കം 5 പേര് മരിച്ച 4 വിദ്യാർത്ഥികൾ മറ്റൊരു വിദ്യാർത്ഥിനിയും കൂടി പരീക്ഷയ്ക്ക് ശേഷം പോയിക്കൊണ്ടിരിക്കെ ഇവരുടെ മേലേക്കാണ് ഈ ലോറി പാഞ്ഞു കയറിയത്. ലോറി ഉടൻ തന്നെ നാട്ടുകാരോടുകൂടി ലോറി ഉയർത്തി അതിൽ നിന്ന് 3 വിദ്യാർത്ഥിനികൾ ലോറിക്കടിയിലും ഈ ലോറി നിയന്ത്രണം വിട്ട് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഓടി മാറിയതിനാൽ ആ കുട്ടി മാത്രം രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് 4:30 കരിമ്പ പനയംപാടത്ത് സംഭവിച്ചത്. ഈ അത്യന്തം ദാരുണമായൊരു അപകടമാണല്ലോ അവിടെ നടന്നത്. നേരത്തെയും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം എന്നാണ് പറയുന്നത്. ആ സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുക തന്നെയാണ്. അവിടെ തന്നെയാണ് അപകടം ഉണ്ടായത്. നിരന്തരം അപകടം ഉണ്ടായ ഒരു പ്രദേശമാണ് കരിമ്പ പനയംപാടം. അതായത് ദേശീയപാതയ്ക്ക് റോഡ് നവീകരണത്തിന് ശേഷം കരിമ്പ പനയംപാടം വളവിൽ ഏകദേശം 13ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 വർഷം മുന്നേ നിരന്തരം അപകടം ഉണ്ടാവുകയും നിരവധി ആളുകൾ മരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നിരന്തരം പരാതികളും പ്രതിഷേധങ്ങളും റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധങ്ങളെല്ലാം നടന്ന സമയത്താണ് അവിടെ റോഡിന്റെ തെന്നലാണ് അപകടത്തിന്റെ കാരണം എന്ന് കണ്ടെത്തുകയും ആ തെന്നൽ കുറയ്ക്കാൻ വേണ്ടി മെഷീന്റെ സഹായത്തോടെ റോഡിന്റെ ഒരു ക്രാക്ക് വരുത്തുകയായിരുന്നു ചെയ്തത്. പക്ഷെ അത് ഏകദേശം പിന്നീട് 2 വർഷം വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങൾ വീണ്ടും അവിടെ ഉണ്ടാവുകയും ഉണ്ടായിട്ടുണ്ട്. പ്രദേശവാസികളെല്ലാം ഇതിൽ നിരന്തരം പ്രതിഷേധം ഉയർത്തിയിരുന്നു. റോഡിൽ അശാസ്ത്രീയത ആരോപിക്കുന്നുണ്ട്. ആ റോഡ് നിർമ്മാണ സമയത്ത് പോലും അത്തരത്തിലൊരു വളവ് വലതു സൈഡ് ചരിഞ്ഞ് അങ്ങനെ വളഞ്ഞു പോയാൽ അപകടം ഉണ്ടാകുമെന്ന് നിരന്തരം നാട്ടുകാർ അഭിപ്രായപ്പെട്ടെങ്കിലും വിദഗ്ധ സമിതി പരിശോധിച്ചപ്പോൾ പോലും റോഡിന് മഴയുള്ളത് കൊണ്ടാണ് അപകടം ഉണ്ടാവുന്നു എന്ന വിചിത്രമായ ഒരു കാരണം കണ്ടെത്തി ആ പരാതികളും പ്രതിഷേധങ്ങളും അവസാനിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പ്രതിഷേധം അവസാനിപ്പിച്ചു. തുടർന്ന് ഇന്ന് ഇത്തരത്തിലൊരു ദാരുണ സംഭവമാണ് ഉണ്ടായത്. ഒരു സമീപ കൂട്ടുകാരികളായ അടുത്തടുത്ത വീടുകളുള്ള ചെറുള്ളി അബ്ദുൽ സലാമിന്റെ മകൾ ഇർഫാന ഷെറിൻ, ചെറുള്ളി സമീപത്ത് തന്നെയുള്ള അബ്ദുൾ റഫീഖിന്റെ മകൾ റിദ ഫാത്തിമ, അബ്ദുൽ സലാമിന്റെ മകൾ നിദ ഫാത്തിമ, ഷറഫുദ്ദീന്റെ മകൾ ആയിഷ, ഇങ്ങനെ 4 കൂട്ടുകാരികൾ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അവർ 5 കുട്ടികളാണ്. അവരുറ്റ മിത്രങ്ങളാണ്. ഈ 5 കുട്ടികളും പരീക്ഷ കഴിഞ്ഞ് നടന്നു പോകുന്നതിനിടയ്ക്കാണ് ഇത്തരത്തില് അപകടമുണ്ടായത്. അതിൽ രക്ഷപ്പെട്ട കുട്ടി വാഹനം നിയന്ത്രണം വിട്ട് ശ്രദ്ധയിൽപ്പെട്ടെന്ന് ഓടി മാറിയത് കൊണ്ട് മാത്രമാണ് ആ ഒരു വിദ്യാർത്ഥിനി മാത്രം രക്ഷപ്പെടുകയും 4 കുടുംബങ്ങൾക്ക് തീരാവേദന നൽകിക്കൊണ്ട് 4 വിദ്യാർത്ഥിനികള് ജീവൻ പൊലിഞ്ഞത് എന്ന് പറയാം. ഇതോടുകൂടിയാണ് നാട്ടുകാർ ഇത്രയധികം പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. കാരണം നിരന്തരമായി നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയത അത് വീണ്ടും തെളിയിക്കുന്ന വിധത്തിലാണ് ഇന്ന് ഈ 4 മരണവും കാണിക്കുന്നത്. പ്രദീപ്, അത്യന്തം ദാരുണമായ അപകടത്തിൽ 4 വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. ജെസ്സിയാണ് മണ്ണാർക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.